ഞാൻ IT ആണ് പഠിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ ഇൻമെക്സിനെ പറ്റി കാണുന്നത്. അപ്പോൾ എനിക്കുള്ള ഒരു ഡൗട്ട് എൻ്റെ ഏജ്, ക്വാളിഫിക്കേഷൻ, ഇൻമെക്സിൻ്റെ ആ ഒരു സപ്പോർട്ടും അവരുടെ ഒരു എംബാക്സിൻ്റെ ഒരു രീതിയും കണ്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കിട്ടുമെന്നുള്ള. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഒരു സീനിയർ ഒരു ജാവ ഡെവലപ്പറായിട്ട് ഉയരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. എൻ്റെ പേര് ശരത് ബാബു. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ IT ആണ് പഠിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾറെഡി എനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ ഈ ഇൻമെക്സിനെ പറ്റി കാണുന്നത്. അങ്ങനെ ഞാൻ ജാവയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ അവിടുന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള ഒരു ഡൗട്ട് എൻ്റെ ഏജ്, ക്വാളിഫിക്കേഷൻ, ഇതിൽ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്ന സപ്പോർട്ട് കൊണ്ട് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ജാവയിൽ. ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു, ഒരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവരുടെ ഇൻമെക്സിൻ്റെ ആ ഒരു സപ്പോർട്ടും ഇവരുടെ ഒരു എംബാക്സിൻ്റെ ഒരു രീതിയും കണ്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്നുള്ള. ആ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഒരു യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം പല ഡൗട്ടുകളും അവർ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. എന്തുണ്ടെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ അവർക്ക് ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അവർ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇവിടെ എംബാക്സിൽ നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇൻ്റർവ്യൂവിന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഒരു സീനിയർ ഒരു ജാവ ഡെവലപ്പറായിട്ട് ഉയരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. തീർച്ചയായിട്ടും കരിയറിൽ ക്വാളിഫിക്കേഷനും അതേപോലെ ഏജ് ഫാക്ടറും ഉള്ള ഒരുപാട് ആൾക്കാർ കാണും. അവരൊക്കെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇൻമെക്സ് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പ്ലേസ് ആയിട്ടുണ്ട്. അതിന് ഇൻമെക്സിനും എംബാക്സിനും ഒരു നന്ദി.